അടുത്ത ദിവസങ്ങളിലായി വേണാടിലെ യാത്രാ ദുരിതം വാർത്തകളിൽ നിറയുകയാണ്. യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കുഴഞ്ഞു വീഴുന്നതും ഈ ട്രെയിനിലെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരും എറണാകുളത്ത് ജോലി ചെയ്യുന്ന വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമാണ് കൃത്യമായി എല്ലാ ദിവസവും ഈ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. അവരാണ് ഈ പ്രശ്നം സജീവമായി അനുഭവിക്കേണ്ടിയും വരുന്നത്. അവരുടെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ 10 വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇതെന്നും നമുക്ക് രാവിലെ യാത്രാ ദുരിതം പറഞ്ഞാൽ ഭയങ്കര ദുരിതം. മിക്കവാറും നമ്മൾ ഈ ഫുട്ബോളിൽ നിന്നാണ് പോകുന്നത്. ശ്വാസം മുട്ടിയാണ് പോകുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്. തിരക്ക് തിങ്കളാഴ്ചകളൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ നിന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റുമാനൂർ കഴിയുമ്പോൾ പിന്നെയും തിരക്ക് കൂടും. അപ്പോൾ നിൽക്കുന്നവർക്ക് വരെ ഒരു നിൽക്കാപ്പുറത്തില്ലാത്തൊരു ഇത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കുറച്ച് ബോഗിയൊക്കെ കൂട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലെ പിന്നെ ഒരു മെമുവോ ഇതിനു മുമ്പ് 8 മണിക്ക് ഒരു മെമു ഒക്കെ ഇടുവാണെങ്കിൽ കുറേ തിരക്കൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എല്ലാ ദിവസങ്ങളും തിരക്കാണ്. കൺജസ്റ്റഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എപ്പോഴും ഈ അവസ്ഥ തന്നെയാണ്. മെമു വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം പാലരുവി കഴിഞ്ഞിട്ട് പിന്നെ ഈ വേണാടിൻ്റെ ഇടയ്ക്ക് വേറെ ട്രെയിനുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്ര തിരക്ക് വരുന്നത്. ഹ്രസ്വദൂര യാത്രികർക്കായി വന്ദേ ഭാരതിന് ശേഷം മറ്റൊരു ട്രെയിൻ സർവീസ് കൂടി അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഇവരുടെ യാത്രാ ദുരിതം ഇനിയെങ്കിലും റെയിൽവേ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. അടിയന്തരമായി ഈ ദുരിതത്തിന് പരിഹാരം ആവശ്യമാണ്. ജോബിൻ തേക്കടിക്കൊപ്പം നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.